ഗവർണർമാരുടെ വസതിയായ രാജ്ഭവനുകൾ ഇനി മുതൽ ലോക് ഭവൻ എന്നറിയപ്പെടും. നവംബർ 25-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം രാജ്ഭവനുകളുടെ പേരിൽ മാറ്റം വരുത്തി. കേരള രാജ്ഭവൻ തിങ്കളാഴ്ച പുതിയ പേര് സ്വീകരിക്കും. 2024-ൽ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കേരള രാജ്ഭവന് മുന്നിൽ നിന്ന് പ്രജിത് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു കൊളോണിയൽ രീതിയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള മാറ്റമാണ് കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ വസതികളുടെ രാജ്ഭവൻ എന്നുള്ള പേരുകൾ മാറ്റി അത് ലോക് ഭവൻ എന്നാക്കി മാറ്റുന്നത്. ഗവർണർമാർക്കൊപ്പം ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളായിട്ടുള്ള രാജ് നിവാസുകൾ അത് ലോക് നിവാസുകളായും മാറുന്നുണ്ട്. കഴിഞ്ഞ നവംബർ 25-നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കഴിഞ്ഞ വർഷം നടന്ന രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഗവർണർമാരുടെ ഒരു കോൺഫറൻസിൽ കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് ഈ രാജ്ഭവനുകളെ ലോക് ഭവനുകളാക്കി പുനർനാമകരണം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. രാജ്ഭവൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ, ഒരു രാജാവിൻ്റെ ഭവനം എന്നുള്ളതാണ് അതിന് അർത്ഥം വരുന്നത്. എന്നാൽ ലോക് ഭവൻ എന്ന് പറയുമ്പോൾ അതിൽ ജനങ്ങളുടെ ഭവനം എന്ന രീതിയിലേക്ക് അർത്ഥം വരുന്നു. അങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇഴുകിച്ചേരുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനമായിരിക്കണം ഈ കൊളോണിയൽ രീതികളിൽ നിന്നൊക്കെ മാറി എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അത്തരമൊരു നയം കൊണ്ടുവരുന്നത്. അങ്ങനെ നവംബർ 25-ന് ഇത് സംബന്ധിച്ച വിജ്ഞാപനം വന്നു. പശ്ചിമ ബംഗാളിലടക്കം അതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലേക്ക് മടങ്ങിയെത്തും. അദ്ദേഹം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയതിന് ശേഷമായിരിക്കും നാളെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ രാജ്ഭവൻ്റെ ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഈ പേരും ഈ ഫലകവും എല്ലാം അതിനുശേഷം മാറ്റപ്പെടും. ഇപ്പോൾ അത് കേരള രാജ്ഭവൻ എന്നാണ് ഉണ്ടെങ്കിൽ പിന്നീട് കേരള ലോക് ഭവൻ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഏറ്റവും എടുത്തു പറയേണ്ടത് കൊളോണിയൽ അംശങ്ങളെ ഇല്ലാതാക്കി എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലും എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഒരു ഭാരതീയത കൃത്യമായി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇടപെടാനുമൊക്കെ ഗവർണർമാരുടെ വസതികളും അവരുടെ സംവിധാനങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് പറയേണ്ടതുണ്ട്. കൂടുതൽ ജനങ്ങളുമായി സംവദിക്കാൻ ഗവർണർമാരെയും രാജ്ഭവനുകളെയും ഒക്കെ സജ്ജമാക്കുക എന്നുള്ളത് കൂടിയാണ് ഈ പേരുമാറ്റങ്ങൾ കൂടി കൊണ്ടും അതിനോടൊപ്പമുള്ള തുടർ നടപടികൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്.